നിങ്ങളുടെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, കഫക്കെട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ചെയ്തു നോക്കാവുന്ന ഒരു ഹോം റെമഡിയാണ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഒരു 4-5 പനിക്കൂർക്ക ഇലകൾ ആണ്. ഈ ഇലകൾ ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കി ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. കൂടുതൽ ചൂടാക്കാൻ പാടില്ല. കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ അതിൽ നീരൊക്കെ അങ്ങോട്ട് വറ്റിപ്പോവും. സോ കൂടുതൽ ചൂടാക്കണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഈ ഇലകളെല്ലാം കൂടെ ചേർത്ത് അതിലെ നീര് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം കുറച്ച് തേൻ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞിനൊന്ന് കൊടുത്തു നോക്കിയേ. മധുരമുള്ളത് കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ അത്ര പ്രയാസമൊന്നും കാണില്ല. പനിക്കൂർക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ പനിക്കൂർക്ക. ഇത് ഒരു 3 നേരം വെച്ച് തന്നെ നിങ്ങൾ കൊടുത്തു നോക്കൂ. ഒരു 3 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഈ കഫക്കെട്ടൊക്കെ നന്നായി കുറഞ്ഞു കിട്ടും. 3 ദിവസത്തിൽ നിർത്തുമൊന്നും വേണ്ട, ഒരാഴ്ച കണ്ടിന്യൂസ് ആയി തന്നെ കൊടുക്കുക. ഈ പനിക്കൂർക്ക ഈ രീതിയിൽ മാത്രമല്ല കേട്ടോ, പല രീതിയിൽ ഉപയോഗിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ കാച്ചിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു 100 മില്ലി എണ്ണയാണെങ്കിൽ അതിലൊരു 20-30 പനിക്കൂർക്കയുടെ ഇല ഇട്ടിട്ട് എണ്ണ കാച്ചിട്ട് ആ ഇല ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ ആ ഇല ആ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ട് ആ എണ്ണ തണുത്ത് കഴിയുമ്പോൾ ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്ന കുട്ടികളെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ എണ്ണ തേച്ച് കുളിപ്പിക്കാം. തലയിലാണെങ്കിലും ഒക്കെ തേക്കാം. ഇതൊന്ന് തേച്ച് കുളിപ്പിച്ച് നോക്കൂ. നല്ല എഫക്റ്റീവായിരിക്കും. പെട്ടെന്ന് കഫമൊക്കെ ഇറങ്ങിപ്പോവാനും അതുപോലെ ഇത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ജലദോഷം വരുന്നത് ഒഴിവാക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതും എൻ്റെ അനുഭവമാണ്. പറഞ്ഞു തന്നത് അച്ഛനാണ്. അച്ഛന് നന്ദി. ഇത് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.